ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമായിരിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നു മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ എപ്പിസോഡ് 4 ആയിട്ടാണ്. ഗൈസ്, അപ്പോൾ നമ്മുടെ 1ഉം 2ഉം 3 ഒക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ നേരെ അത് പോയി കണ്ടോളൂ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ, ഇന്ന് കുറച്ച് ഡേഞ്ചർ പരിപാടികളാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നടക്കുമെന്നൊന്നും അറിയില്ല, എൻ്റെ മങ്ങാണ്ടി മോറന്മാരുണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ അയ്യോ ചവറ, അയ്യോ കൊല്ലല്ലേ ചവറ, പോട്ടെ. ഓക്കെ. അപ്പോൾ അവിടെ 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 പ്രേമം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളങ്ങോട്ട് നോക്കണ്ട. കഴിഞ്ഞോ കുട്ടി ഉണ്ടായോ? അപ്പോൾ ഗേസ് നമ്മുടെ ഇത് അത്യാവശ്യം നന്നായിട്ട് വർക്കാവുന്നുണ്ട് കേട്ടോ. എന്തായാലും നമുക്കൊന്ന് പോയോക്കാം. ഓക്കെ, അവിടെ അടുത്ത കുട്ടി ഉണ്ടായോ? കാണാനില്ലല്ലോ. അപ്പോൾ ഇവർ ലവ് നടന്നതോ? ഓക്കെ, കുട്ടിയുടെ ശബ്ദം കേൾക്കരുത്, പക്ഷെ ഇത് മുന്നത്തെ തോന്നുന്നു. അപ്പോൾ വേറൊരു കാര്യം ഞാൻ പറയാൻ പറഞ്ഞു. എടാ, ഞാനേ ഇതൊക്കെ ഇവന്മാരൊക്കെ സെറ്റാക്കിയിട്ട് നമ്മുടെ എപ്പിസോഡ് 3 അവസാനിപ്പിച്ചിട്ട് ഇന്ന് ഞാനൊന്ന് കയറി നോക്കി വെറുതെ ആൻഡ് ഇപ്പോഴത്തെ വർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ കയറിയൊക്കെ കൊണ്ട് രാത്രി എന്ന് വെച്ചാൽ രാത്രിയായിട്ട് ഇവന്മാരൊക്കെ ഇന്ന് കത്തണം. ഞാൻ നോക്കുമ്പോൾ ഇവന്മാരൊക്കെ സോംബി എന്ന് വെച്ചാൽ സോംബി വില്ലേജറായി. നോക്കുമ്പോൾ ഞാനിവിടെ ഒരു ബ്ലോക്ക് ഇതാ അങ്ങനെ വെച്ചിട്ടുണ്ടാകുന്നറാ. ആ നെയ്റ്റിൽ ഏതോ സോംബി കയറി ഇവന്മാരൊക്കെ കടിച്ച് ഇതാക്കി. ആൻഡ് ഇവന്മാരെ വീണ്ടും ഞാൻ അവിടുന്ന് കൊടുന്ന് എന്ത് പാടാണ്. അങ്ങനെ എൻ്റെ 2 നെയ്റ്റ് ഞാനിവിടെ കിടന്നു തുടങ്ങി. അതിൻ്റെ നമ്മുടെ ഈ ഒരു സർവൈവൽസ് ഈ ലെറ്റ്സ് പ്ലേ സീരീസ് 12 നെയ്റ്റുകൾ 13 നെയ്റ്റ് അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. 2 നെയ്റ്റ് ഞാൻ ഏകദേശം 2 ദിവസം അതിനായിട്ട് തന്നെ എടുത്തു. അതിൻ്റെ ഇവന്മാരൊക്കെ കൊടുന്ന് സെറ്റാക്കിയാണ്. ഇവന്മാർ പറക്കുന്നുണ്ട്, പക്ഷെ നടനില്ല. ഓ നടനുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ, നമുക്ക് ഇവിടെ പണികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡിസ്പെൻസർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കണം. അതിനൊക്കെ മുന്നേ ഇവിടെ റെഡ് സ്റ്റോൺ ടോർച്ച് വേണം. അതിന് വെച്ചാൽ നമ്മുടെ കയ്യിൽ റെഡ് സ്റ്റോൺ ഇല്ല. അപ്പോൾ റെഡ് സ്റ്റോണും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ കുറച്ച് അപ്ഗ്രേഡ് ആയല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഡയമണ്ട് മൈനിങ് കൂടെ ആവാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിന്ന് കുറച്ച് അപ്ഗ്രേഡ് ചെയ്തിട്ട് നമ്മൾ ഡയമണ്ട് മൈനിങ്ങിന് ഇറങ്ങാൻ പോവാണ്. അതിന് നമുക്കിവിടെ കേവൊന്നും കിട്ടിയിട്ടില്ല, അതൊക്കെ നോക്കണം. അതിനൊക്കെ മുന്നേ നമുക്ക് അപ്ഗ്രേഡ് ആവാം. ഗേസ്, നമ്മൾ ഏകദേശമൊക്കെ അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. അപ്പോൾ രാത്രിയായി, അപ്പോൾ നമുക്ക് കിടന്നുറങ്ങാം കേട്ടോ. അപ്പോൾ ഗേസ്, നമ്മുടെ ഈ ഒരു വേൾഡത്തെ ഏകദേശം 14ാമത്തെ നെയ്റ്റും നമ്മളിത് അവിടെ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മുടെ പരിപാടി എന്താ വെച്ചാൽ, നമുക്ക് ഏകദേശം സാധനങ്ങളൊക്കെ നമ്മൾ വെച്ചു. ഹോ വേണ്ട, വുഡ് ആവശ്യമുണ്ട്, അയണൊക്കെ എടുത്തോ. പിന്നെ ബ്ലോക്കും ഓക്കെ ഗേസ്, നമ്മൾ എക്സ്ട്രാ ഒരു പിക്കാഷ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മൾ ഷീൽഡും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇറങ്ങാവൂ. അതിനൊക്കെ മുന്നേ അയ്യോ ഇതാരാ ഇവനെവിടുന്ന് കയറി വന്ന് അവനോട് തട്ടിയാക്കാം. അയ്യോ പൊട്ടല്ലേ. ഓക്കെ ഗേസ്, അവൻ്റെ സാധനമൊന്നും ആവശ്യമില്ല, നമുക്ക് അതങ്ങാണ്ട് വയ്ക്കാം. പിന്നെ നമുക്ക് പോണ വഴിക്ക് അല്ലെങ്കിൽ പോണ വഴിക്ക് എടുക്കുക, ഒരു വുഡ് എടുക്കാം. പിന്നെ നമ്മൾ കോൾ എടുത്തിട്ടുണ്ട്, കാരണം നമുക്ക് ടോർച്ച് ഉണ്ടാക്കണ്ടേ. അപ്പോൾ അതിനായിട്ടൊക്കെ നമ്മൾ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഫുൾ അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഞാനൊരു കുഴി കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ കുഴിയല്ല കേട്ടോ, ഇതൊക്കെ ചെറിയ കുഴിയാണ്, ദബ്ബടുള്ളൊരു കുഴി. ആൻഡ് വുഡ് ഉണ്ട്, 7 വുഡ് ഉണ്ടാക്കാൻ മതി. നമുക്ക് ഫർണസൊക്കെ അവിടെ നിന്ന് ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എടുത്തിട്ട് അയ്യോ പച്ചത്തേനെ ഇത് ഫുഡ് കഴിക്കും. ഓക്കെ, ഇനി നമുക്ക് വെള്ളമായിട്ട് ML ചെയ്യാനേ പറ്റുള്ളൂ, കാരണം അല്ലെങ്കിൽ ചത്തു പോവും. ഓക്കെ, നമ്മൾ ML ചെയ്ത് വന്നിട്ടുണ്ട്. ഞാൻ അത്ര ML പ്രോയൊന്നും ഇല്ല, എങ്കിലും നമുക്ക് അയണൊക്കെ എടുക്കണം കേട്ടോ. അയണൊക്കെ ആവശ്യമുണ്ട്, കാരണം നമുക്കിനി റെയിലൊക്കെ ഉണ്ടാക്കണ്ടേ. അതുപോലെ തന്നെ ഹോപ്പറൊക്കെ ഉണ്ടാക്കാൻ ഇത് വേണം. അതിൻ്റെ സ്കെൽട്ടൻ പോടാ, എൻ്റെ കയ്യിൽ ഷീൽഡ് ഉണ്ട്. സ്കെൽട്ടനൊക്കെ മുഞ്ചി. അതിനൊക്കെ മുന്നേ നമുക്ക് കുറച്ച് കോളൊക്കെ പറിക്കാം. സ്കെൽട്ടൻ ഇപ്പം ഞങ്ങൾ തീർക്കാം. ഗേസ്, അതിൻ്റെ ഇടയ്ക്ക് ഒരു കുട്ടി സോംബി വന്നിട്ട് നമ്മൾ ഏകദേശം തീർക്കാറായി. നമ്മൾ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു അവനെ അവിടെ എന്ന് വെച്ചാൽ വെളിച്ചത്തിൽ നിർത്തി കത്തിച്ചിട്ട്. അപ്പം ഇനി നമുക്ക് 2 ടോർച്ച്, നമുക്ക് കുറച്ചധികം കോൾ കിട്ടി. അപ്പോൾ നമുക്ക് 2 ടോർച്ച് മേക്ക് ചെയ്തിട്ട് അങ്ങോട്ട് ഇറങ്ങാം. ഗേസ്, ഇവിടെ കുറേ അയുണ്ട് കേട്ടോ. ഇതൊക്കെ ഇവിടെ അയുണ്ട്, അതേപോലെ ഇവിടെ അയുണ്ട്, അങ്ങനെ കുറേ അയുണ്ട്. നമുക്കിതൊക്കെ പറിക്കാം, കാരണം നമുക്ക് കുറേ ആവശ്യം വരും അയണൊക്കെ. ഗേസ്, നമുക്ക് കുറേ അയൺ കിട്ടി, ബട്ട് ഡയമണ്ടൊന്നും ഇപ്പം തന്നെ കിട്ടിയിട്ടില്ല, കാരണം ഡീപ് സ്ലേറ്റ് ഒന്നും എത്തിയിട്ടില്ലല്ലോ. നമുക്കൊന്നുകൂടി മൈൻഡ് ചെയ്ത് നോക്കാം. ഗേസ്, അപ്പോൾ നമ്മൾ വേറെ അന്വേഷിച്ചിരുന്നൊരു സാധനം കിട്ടിയത് റെഡ് സ്റ്റോൺ അതായിരിക്കണം. പക്ഷെ അവിടെ സ്കെൽട്ടനും ക്രീപ്പറും നമുക്ക് ഒരുമിച്ച് അവരെ തട്ടാൻ പറ്റുമോ നോക്കാം. ഗീസ ഒന്നും നടന്നില്ല, ബട്ട് നമുക്ക് ഇവിടെയുള്ള ഈ റെഡ് സ്റ്റോണൊക്കെ എടുക്കാം. ഗീസ, അപ്പോൾ നമ്മളിതാ ലാസ്റ്റ് സ്ലൈമൊക്കെ ഉണ്ടോ അവിടെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ലാസ്റ്റ് നമ്മളിങ്ങനെ ഡീപ് സ്ലേറ്റിൻ്റെ അവിടേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ ഇവിടെ മോപ്സിനെ അങ്ങനെ കാണാനില്ലാണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് പോയോക്കാം. ഗീസ്, അപ്പോൾ ഞാൻ ഈ വഴി ഇങ്ങനെ വന്നപ്പോൾ അത് അവിടെ മറ്റേ ബൈമ് കണ്ടു. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് പോയോക്കാം. ഓ ബ്രോ ലെസ് നമ്മുടെ ഫസ്റ്റ് ഡയമണ്ട്
എൻ്റെ ഇവിടെ മോപ്സ് ഒന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡയമണ്ട് നമുക്ക് പറിക്കാം. വാ, നമുക്ക് അച്ചീവ്മെൻറ്റ് കിട്ടും. ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡയമണ്ട് നമ്മളിത് അവിടെ പറിച്ചിട്ടുണ്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ. നമുക്ക് ഒന്നുകൂടി ഒന്ന് കൊത്തിയൊക്കെ ചിലപ്പോൾ കിട്ടിയാലോ. ഗീസ് അപ്പോൾ 3 കിട്ടി. ഒരു പിക്കാസ് ഉണ്ടാക്കാനുള്ള കൈൻഡ്, ബട്ട് നമുക്ക് അതൊന്നും പോരാ. നമുക്ക് ഫുള്ളി 33 വേണം. നമുക്ക് കിട്ടുമോ നോക്കാം. ഗീസ് അടുത്ത ഡയമണ്ട് എടാ മോനെ, പറിക്കാം. ഓക്കെ, നെക്സ്റ്റ് ഡയമണ്ട്. ലെറ്റ്സ് ഗോ. ഇവിടെ ടോർച്ച് വയ്ക്കാം. നമുക്ക് ഒന്നുകൂടി കുത്തി നോക്കാം. ഓ എടാ, കുത്തിയപ്പോൾ കിട്ടിയടാ കളിയാ. അടുത്ത ഡയമണ്ട് 3 ഡയമണ്ട് വീണ്ടും കിട്ടി. അപ്പോൾ ഇനിയും ഒന്ന് തപ്പി നോക്കാം. അയ്യോ, ക്രീപ്പർ ബ്ലോക്ക് ആക്കി. പൊട്ട്. ഓക്കെ, ഓ ഇത് അടുത്ത ഡയമണ്ട്. ഗേസ് അടുത്ത ഡയമണ്ട് പറിക്കാം. ഓക്കെ, എത്ര ഉണ്ടാവും? ഒരെണ്ണേ ഉള്ളൂ. ഓടി നോക്കാം. ഓ ഇതാ ഇവിടെ ഉണ്ടാകുന്നു ഡയമണ്ട്. ഓക്കെ, ഇവിടെ ഉണ്ട് ഡയമണ്ട്. ഇതൊക്കെ പറിക്കാം. ഗേസ് എവിടെ നിന്നറിയില്ല, നല്ല ഇടി വെട്ടുണ്ട് പുറത്തൊക്കെ. ബട്ട് നമുക്ക് ഇതൊക്കെ എടുക്കാൻ പറ്റുമോ? ഇതൊക്കെ എടുക്കാറോ? ഓക്കെ, ചരന്തി വരണ്ടേ, നമുക്ക് ഹമ്പിട്ട് കൊല്ലാം. ഇവിടെ അയ്യോ, ഹമ്പിൻ്റെ ഉണ്ട കഴിഞ്ഞു. നമുക്ക് പിന്നെ തല്ലി കൊല്ലാം. അപ്പോൾ ഓക്കെ, നമുക്ക് വീണ്ടും ഡയമണ്ട്. അപ്പം ഓ എടാ, അവിടെ മറ്റേ സോംബി സ്പോണറുണ്ട്. എടാ, എങ്ങനെയാണ് കൈ അടക്കണടാ? എടാ, അവന്മാർ വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് എങ്ങനെയുള്ള കൈ അടക്കണം. ഓക്കെ, ഞാനവിടെ ടോർച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇവന്മാരെ കൊന്നാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ലൂട്ട് കിട്ടുമല്ലോ. ഇവനൊക്കെ അടുപ്പിച്ചവറ. ഓക്കെ, നമ്മുടെ ആ സ്പോണറിൻ്റെ അവിടേക്കൊന്ന് പോയോക്കെ. എടാ, ഇവന്മാർ സ്പോണ് ഒരു ടോർച്ച് വെച്ചാൽ പോരാ, എനിക്കറിയില്ല. എന്തായാലും നമുക്ക് ഓടിയിട്ട് കുറച്ച് ഫുഡ് കഴിക്കാം. അപ്പോൾ ഞാൻ ആ സ്പോണറിൻ്റെ അങ്ങോട്ട് പോവാണ്. അതിൻ്റെ ഇവിടെ 8 കളിയുണ്ട്. നമുക്ക് പിന്നെ പെട്ടെന്ന് അവിടെ കൊന്നിട്ട് ഓടിച്ചല്ല. അയ്യോ, ഇവിടെ ഉണ്ടാകുന്നോ? കൊല്ല് ചവറ. ഓക്കെ, നമുക്ക് ആ സ്പോണറിന് ഇവിടെയാണ് സ്പോണർ. 2 സ്പോണറാ? എടാ, ഇതൊന്നും എന്തെങ്കിലും സ്പോണറിനൊക്കെ മുന്നേ ആവും. എടാ, 2 സോംബി സ്പോണറാ? അത് ഒരുമിച്ചിട്ട് എൻ്റെ പൊന്നളിയ. ഓക്കെ, നമുക്ക് എന്തായാലും ലൂട്ട് നോക്കാം. ഓ കുഴപ്പം ഇതിലൊന്നും ഇല്ല. പ്രത്യേകിച്ച് ഒരു ഡിസ്ക് ഉണ്ട് ആൻഡ് ഒരു ഹോഴ്സ് ആർമർ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ എൻചാൻമെൻറ്റ് ബുക്ക് ഇംബാലിംഗ് ആണ്. ഇംബാലിംഗ് ആയിട്ട് എന്തൊന്നും ഉപകാരം. പിന്നെ നെയിം ടാഗ് കിട്ടി മോനെ. പെടാ. ഓക്കെ, ഇനി അപ്പുറത്തേല് ഒരു ചെസ്റ്റ് പോകണോ? ഓക്കെ, അതിൽ പ്രത്യേകിച്ചിട്ട് എന്താ? എഫിഷ്യൻസി 3യോ? എഫിഷ്യൻസി 3 തന്നെ ഏറ്റവും പവറുള്ള. എനിക്കറിയില്ല, എന്തായാലും നല്ലൊരു ലൂട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കൊരു ബക്കറ്റ് കിട്ടി. ബക്കറ്റ് ഇരിക്കട്ടെ അല്ലേ? ഈ കുന്ത്രണ്ട് കളഞ്ഞിരിക്കട്ടെ. ഗേസ്, അപ്പോൾ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലൂട്ട് കിട്ടി. ആൻഡ് ഇനി നമുക്ക് ഡയമണ്ട് തന്നെ തപ്പാം. ഓ ഇത് അടുത്ത ഡയമണ്ട് ഗേസ്. ഓ പോട്ടെ. ഓക്കെ, നമ്മൾ ഒരു ക്രീപ്പർ ഉണ്ട് അവിടെ. നമുക്ക് ക്രീപ്പറിനെ പൊട്ടിക്കാനൊക്കെ ഇപ്പോൾ സിമ്പിളാണ്. ഒരു ബ്ലോക്ക് വെച്ച് കൊടുത്താൽ മതി. അയ്യോ, കണ്ടോ? അങ്ങനെയാണ് ക്രീപ്പറിനൊക്കെ പൊട്ടിക്കപ്പോൾ. അല്ലെങ്കിൽ ഷീൽഡ് പിടിച്ചാലും മതി. ഓ അതാ ഡയമണ്ട്. എടുക്കണം. ഗേസ്, അപ്പോൾ ഡയമണ്ട് എടുക്കാം. പോട്ടെ. ഓ ലെറ്റ്സ് ഗോ. എടാ, കുറേ ഉണ്ട്. ഓക്കെ, പോട്ടെ. ഓ ഇത് വെള്ളത്തിൻ്റെ അടിയിലൊക്കെ ഡയമണ്ട്. ഓക്കെ, എടുക്കുക. ഇനി നമുക്ക് ഈ ഡയമണ്ട് എടുക്കാം. ഗീസ്, നമ്മൾ ഒരു സ്ഥലത്തും കൂടി ഡയമണ്ട് ഉണ്ട്. ബട്ട് ഇവിടെ 2 സോംബി വരുന്നുണ്ട്. നമുക്ക് അവന്മാരെ തീർത്തിട്ട് പോവാം. ഓക്കെ, അപ്പോൾ അവന്മാരെ തീർത്തിട്ടുണ്ട്. നമുക്ക് വെള്ളമൊക്കെ ഉപയോഗിച്ചൊരു ടെക്നിക്കിൽ അങ്ങോട്ട് പോവുക. കാരണം നമ്മൾ കണ്ട അവിടെയാണ് ഡയമണ്ട് കണ്ടത്. നമുക്ക് അവിടെയൊക്കെ മോപ്സ് ഉണ്ടോയെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് ഇവിടെ വെള്ളം വെച്ചിട്ടാണ് പോവുക. ഗീസ്, അപ്പോൾ നമുക്ക് ആരും കാണാതെ അവിടെ സോംബി ഉണ്ടാവും. വരണേക്ക് നമുക്ക് ഡയമണ്ടാണ്ട് പറിക്കാം. പോട്ടെ. ഗീസ്, അത് അവിടെ ആയുണ്ട്. നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കയറാം. ഇവിടെ ബ്ലോക്ക് ഇട്ടിട്ടാണ് കയറാം. അപ്പുറത്ത് ഫുൾ എനിമീസാണ്. അവിടെ നമുക്ക് സൂക്ഷിച്ച് കയറണം. ഗീസ്, അപ്പോൾ നമ്മുടെ ആ പിക്കാറ്റ്സ് പൊട്ടി. അപ്പോൾ നമ്മൾ ഈ പിക്കാറ്റ്സായിട്ട് അണിഞ്ഞ് മുറിക്കാൻ പോകണം. ഓക്കെ, അപ്പോൾ ഈ ഡയമണ്ടൊക്കെ നമുക്ക് മുറിക്കാം. ഗീസ്, അപ്പോൾ ഇനി അവിടെ കാണാമല്ലോ. അപ്പോൾ നമുക്ക് താഴേക്ക് തന്നെ ഇറങ്ങാം. ഗീസ്, ഇനി നമുക്ക് ആ വഴി ഒന്ന് പോയോക്കാം അങ്ങോട്ട്. അയ്യോ, ക്രീപ്പർ നമുക്ക് ഓടിച്ചല്ല. ഓക്കെ, ഡയമണ്ട് ഉണ്ടോ നോക്കാം. ഓ ഡയമണ്ട് പറിച്ചോ. ഓ അടുത്ത ഡയമണ്ട്. ഓക്കെ, പറിക്കാം. അയ്യോ, ക്രീപ്പർ അണ്ണ പോലെണ്ണ. അയ്യോ, ഓ ഗേസ് 35 ഡയമണ്ട്.
ലെറ്റ്സ് ഗോ. നമുക്കിനി എങ്ങനെയാലും ഇവിടുന്ന് സ്ഥലം കാര്യമാക്കണം. ഓക്കെ, ഓടിക്കോടിക്കോ. നമ്മുടെ വഴി എവിടേക്കാന്ന് അങ്ങടാന്ന് തോന്നുന്നു. ഇനി നമുക്ക് ഒന്നുമില്ല, നമുക്ക് ഇവിടുന്ന് സ്ഥലം കാലിയാക്കാണ്. ആൻഡ് നമുക്ക് പോവാം. ആൻഡ് ഗേസ് നമ്മൾ ഇവിടെ എത്തിയപ്പോൾ ഇനി ഏതാ വഴി? ആ വഴിയാണ്. ഇനി ഏതാ വഴി? ഓക്കെ, നമുക്ക് ഇവിടെ ഓക്കെ നമ്മൾ ടോർച്ച് വെച്ച് കൊടുത്തേക്കാണ്ട് പോയോക്കാം. ഓക്കെ ലെറ്റ്സ് ഗോ. ഇനി നമുക്ക് വെള്ളം വെച്ചിട്ട് കയറി നോക്കാം. വെള്ളം വെച്ചിട്ട് കയറാൻ പറ്റില്ല, ബ്ലോക്ക് വെച്ചിട്ട് കയറാം. ഓക്കെ, ഇവിടെ എത്തി. ഇനി നമുക്ക് അവിടെ ക്രീപ്പറൊക്കെ ഇരിക്കുന്നുണ്ട്, നമുക്ക് പുറത്തേക്ക് പോവാം. ഓക്കെ, എങ്ങനെയാണ് അവിടെ കയറുക ഗൈസ്? എനിക്കൊരു വഴിയില്ല, അറിയില്ല. നമുക്ക് എന്തെങ്കിലും വെള്ളം വെച്ച് കയറാം. ഗൈസ്, ഞാൻ വെള്ളം വെച്ച് കയറുന്നതിൽ ഒരു പ്രയോജനം എനിക്ക് സീനില്ല. ഞാനിങ്ങനെ കയറിക്കോളാം. ഓക്കെ, അയ്യോ അതാരാ? ഓ ഗേസ്, ഞാനെന്തോ ശബ്ദം കേട്ടു. ആൻഡ് ഗേസ്, നമ്മൾ ലാസ്റ്റ് ആൻഡ് ഫൈനലി ഇടയ്ക്ക് ഈ ഒരു ഇതൊന്നും കൂടിയും കയറട്ടെടാ. ഇവിടെ നിന്ന് കയറിപ്പോടാ, രാത്രി ആയിടാം. ഓക്കെ, ആൻഡ് നമ്മൾ ലാസ്റ്റ് ആൻഡ് ഫൈനലി ഇതാ എത്തിയിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, ലെറ്റ്സ് ഗോ. നമ്മുടെ ഏതൊക്കെ പാട്ടിൽ നമുക്ക് അമ്പ് കുത്തി കയറിയിരിക്കുന്നു. സാറില്ല, ബട്ട് നമ്മളങ്ങനെ നമ്മുടെ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, നമുക്ക് എന്തായാലും പോയി കിടന്നുറങ്ങാം. ഏകദേശം ഒരു നൈറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ നമ്മൾ ഈ കേവിൽ ഇറങ്ങിയ സമയം കൊണ്ട്. എങ്കിലും നമ്മളിപ്പോൾ കണക്ക് കൂട്ടുവെച്ചാൽ ഏകദേശം 15ാമത്തെ നൈറ്റ്. അപ്പോൾ 16ഒക്കെ ഉണ്ടാവും. നമുക്ക് അടുത്ത വീഡിയോ നോക്കിയിട്ട് പറയാം. ആൻഡ് നമുക്ക് ഒരു കാര്യം ഉണ്ടാക്കണം. ആൻഡ് ഇതൊക്കെ നമുക്ക് ഫ്രീ ആക്കിയിട്ട് വയ്ക്കാം. പക്ഷെ നമുക്ക് ഒരു ജസ്റ്റും കൂടി ഉണ്ടാക്കാം, എന്നാലേ അപ്പോൾ സ്ഥലം കിട്ടുള്ളൂ. ഒരു ഡബിൾ ജസ്റ്റ് തന്നെ അങ്ങോട്ട് വയ്ക്കുക. എവിടെ വയ്ക്കുക? ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ, ഇതിലൊക്കെ സാധനങ്ങൾ വെക്കാം. കേസ് അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ ഇതിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡയമണ്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഒരു ജസ്റ്റ് പ്ലേറ്റ്, പിന്നെ നമുക്ക് ഇത് ഇങ്ങോട്ട് വെച്ചിട്ട് ഒരു പാൻറ്, ഇനി നമുക്ക് ഇത് എടുത്ത് മാറ്റിയപ്പോൾ ഒരു ഹെൽമെറ്റ്, ഇനി നമുക്ക് ഇത് എടുത്തുകൊണ്ട് മാറ്റിയ ഒരു ബൂട്ട്. ഓക്കെ, ഇനി നമ്മൾ ഒന്നുകൂടിയും ഇതിൽ പോയിട്ട് ഇങ്ങനെ 2 സ്റ്റിക്ക് വെച്ചിട്ട് ഒന്നിങ്ങനെ ആക്കിയാൽ നമുക്കൊരു പിക്കാക്സ്, പിന്നെ ഒന്ന് ഇതിങ്ങോട്ട് മാറ്റി ഇങ്ങോട്ടാക്കിയ ഒരു ആക്സ്, പിന്നെ ഇത് രണ്ടും ഇങ്ങോട്ട് വെച്ചിട്ട് ഒരു ഷവൽ, പിന്നെ ഈ സ്റ്റിക്ക് കൊണ്ട് മാറ്റിയിട്ട് ഒരു സോഡ്. ആൻഡ് നമുക്കിതൊക്കെ കണ്ട് ഇട്ടാലോ. ആൻഡ് പോട്ടെ. ആൻഡ് ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ബാക്കി സാധനങ്ങൾ വയ്ക്കാം. ആൻഡ് ഗേസ് 2 ഡയമണ്ടും ബാക്കിയുണ്ട്, അത് നമുക്ക് ഇതിൽ തന്നെ വെക്കാം. ആൻഡ് ഗേസ് ലെറ്റ്സ് ഗോ. ഇപ്പം സുന്ദരനായില്ലേ? ഇപ്പോഴാണ് ഒന്നുകൂടി സുന്ദരനായിട്ടാ, നല്ല നീല കളറൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഗേസ്, അപ്പോൾ ഇനി നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് നല്ല രസമല്ലേ? ഓക്കെ, അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും മഴയും പെയ്തു. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ആൻഡ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ദിവസത്തിൽ നമ്മൾ ഫുള്ളി ഡയമണ്ട് ആർമറായി. ആൻഡ് അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.